എൻ്റെ പേര് സാവൻ, ഇതെൻ്റെ അമ്മ ലിനി. ഞങ്ങൾ കണ്ണൂർ പൂപ്പറമ്പ് സെയിൻറ്റ് ഫുസ്കോ ഇടവാങ്ങളാണ്. ഞാൻ +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ ജർമ്മനിയെക്കുറിച്ച് അറിയുന്നത്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് കുറേ ഡീറ്റെയിൽസ് നോക്കിയപ്പം എനിക്കത് നല്ലതാണെന്ന് തോന്നി. കാരണം ട്യൂഷൻ ഫീസ് ഇല്ല, അതുമാത്രമല്ല നമുക്ക് സ്റ്റൈഫൻഡ് കിട്ടും, അതുകൊണ്ട് നല്ലതാണെന്ന് എനിക്ക് തോന്നി. പക്ഷേ ആകെ ഒരു പ്രോബ്ലമായിട്ട് എനിക്ക് വന്നത് അവിടെ എനിക്ക് ലാംഗ്വേജ് മാത്രം ആകെ ഒരു പ്രോബ്ലമായിട്ട് വന്നേ. അപ്പം അമ്മ 2022 തൊട്ട് ഉടമ്പടി എടുത്തൊരു വ്യക്തിയാണ്. അപ്പം ഞാനും ആ സമയത്തൊട്ട് രാവിലെയും വൈകുന്നേരവും പ്രത്യക്ഷണത്തിൻ്റെ പ്രാർത്ഥന ചെല്ലാറുണ്ട്. ഞാൻ അതുമാത്രമല്ല അമ്മയുടെ ധ്യാനം കേൾക്കാറുണ്ട്. അങ്ങനെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുന്നൊരു വ്യക്തിയാണ്. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എന്താ ചെയ്യേണ്ടത്, എനിക്കറിയത്തില്ല, എനിക്ക് നല്ല ടെൻഷനുണ്ട്, ജർമ്മൻ നോക്കിയാലോ അതോ IELTS എഴുതി അങ്ങനെ നോക്കണമെന്ന് ഡൗട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മ ബൈബിൾ വായിച്ചിട്ട് എന്നോട് പറഞ്ഞു, കുഴപ്പമില്ല, മാതാവ് നിന്നോട് പറഞ്ഞു ധൈര്യമായിട്ട് അത് എടുത്തോളാൻ. അങ്ങനെ ഞാൻ ജർമ്മൻ തന്നെ ചൂസ് ചെയ്തു. അങ്ങനെ ഞാനൊരു കസിനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ ജർമ്മൻ പഠിക്കാൻ പോയി. A1 കുഴപ്പമില്ലാണ്ട് തന്നെ പോയി, A2 കുഴപ്പമില്ലായിരുന്നു. B1 എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര, ആ സമയത്തൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, കൃപാസന മാധവനോട് ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും B1 എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ വന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ ചോദിച്ചു, എന്നാൽ ഞാൻ ഉടമ്പടി എടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പം പപ്പ പറഞ്ഞു, എടാ റിസ്ക്കാണ്, എന്ന് വെച്ചാൽ സൂക്ഷിക്കണം, ഉടമ്പടി നീ എടുക്കുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് നിനക്കത് പാലിക്കാൻ പറ്റണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുഴപ്പമില്ല, എനിക്കെന്തായാലും പറ്റുമെന്ന് വിശ്വസിച്ച് തന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഉടമ്പടി എടുക്കുന്നു, ജയിക്കുന്നു, പോകുന്നു, എല്ലാം വളരെ പെട്ടെന്നായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ശരിക്കും എക്സാം ജയിക്കാൻ വേണ്ടി, ആ സമയത്ത് എൻ്റെ വിവരമില്ലായ്മ കൊണ്ടായിരിക്കും, അപ്പം ഞാൻ വിചാരിച്ചു എക്സാം ജയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഉടമ്പടി എടുത്തത്. B1 എക്സാം ജയിക്കണം, B2 ജയിക്കണം, അങ്ങനെ കയറി പോകണമെന്ന് വിചാരിച്ച് മാത്രം ഉടമ്പടി എടുത്തെല്ലാം പെട്ടെന്ന് തീരുമെന്നായിരുന്നു എൻ്റെ മനസ്സിരിപ്പ്. അപ്പം ഞാനങ്ങനെ ഉടമ്പടി എടുത്തു. പക്ഷേ എനിക്ക് 20 വയസ്സായി. ഈ 20 വർഷത്തിൽ ഏറ്റവും വേസ്റ്റ് 2 മാസമാണ് ഈ ഉടമ്പടി എടുത്തേണ്ടി വന്നത്. എന്ന് വെച്ചാൽ ഉടമ്പടി എടുത്ത പാടെ ഞാൻ എൻ്റെ B1 എക്സാം തോറ്റു. എനിക്ക് തോന്നുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇത്രയും റീ എക്സാം എഴുതിയ വേറെ സ്റ്റുഡൻറ്റ് ഇല്ലെന്നാണ്. ഞാൻ 8 പ്രാവശ്യം റീ എക്സാം എഴുതി, B1 തന്നെ, B2 അല്ല B1 തന്നെ. പക്ഷേ എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ റൈറ്റിംഗ് എനിക്ക് പിന്നെയും കിട്ടുന്നില്ല, സ്പീക്കിംഗ് കിട്ടുന്നുണ്ട്, പക്ഷേ എനിക്ക് റൈറ്റിംഗ് ഒട്ടും കിട്ടുന്നില്ല. എത്ര നോക്കിയിട്ടും റൈറ്റിംഗ് എനിക്ക് ഒട്ടും കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ B1 ഒന്നും കൂടി ഇരുന്നു. എൻ്റെ കൂടെ പഠിച്ച എല്ലാവരും B2ലേക്ക് പോയി. അങ്ങനെ ഒന്ന് ഞാൻ എക്സാം ഫെയിലായി. അതുമാത്രമല്ല അത്രയും നാൾ ഞാൻ എൻ്റെ കൂട്ടുകാരെ പോലെ, എൻ്റെ സ്വന്തം ബ്രദേഴ്സിനെ പോലെ കൊണ്ടുനടന്ന കൂട്ടുകാരന്മാർ അവർ B2ലേക്ക് എത്തിയപ്പം അവർ പിന്നെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ എന്നെ വിളിച്ചത്. അവർക്ക് പൈസയ്ക്കോ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ എന്നെ വിളിച്ചത്. അപ്പോൾ എനിക്ക് എല്ലാം കൊണ്ടും ഭയങ്കര സങ്കടമായി. എനിക്ക് ഒട്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ ഞാൻ ഇപ്പോൾ രാത്രി തന്നെ ഇരുന്ന്, ഞാൻ വീട്ടിൽ ആരോടും പറഞ്ഞിട്ടിരുന്നു. അപ്പോൾ ഞാൻ തന്നെ ഇരുന്ന് രാത്രി കരയൊക്കെ ചെയ്യായിരുന്നു, എനിക്ക് ഒട്ടും പറ്റാണ്ടായി. പക്ഷേ ആ സമയത്ത് കുറേ പൊട്ട ഡിസിഷൻസ് എടുത്താലും ഞാൻ അമ്മമാതാവിനെ മാത്രം കൈവിട്ടില്ല. ഞാൻ ഇച്ചിരി കൂടെ ശക്തമായിട്ട് കാരുണ്യപ്രവൃത്തിയും പ്രേക്ഷിതപ്രവൃത്തിയും പ്രാർത്ഥനകളൊക്കെ ചെയ്തു തുടങ്ങി. അങ്ങനെ B1 അതുപോലെ തന്നെ കഴിഞ്ഞു, കുഴപ്പമില്ലായിരുന്നു. B2 കുഴപ്പമില്ലായിരുന്നു. അപ്പം B2 എൻ്റെ ഫസ്റ്റ് എക്സാം വന്ന് ഇൻ്റർനാഷണൽ എക്സാം ആയിരുന്നു. കാരണം ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആദ്യത്തെ എക്സാം പുറത്തായിരുന്നു എക്സാം എഴുതിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ആ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഞാൻ വിചാരിച്ചു, ഓക്കെ ഇത്രയും പൈസ മുടക്കി നമ്മൾ എന്തെങ്കിലും എഴുതുന്നത്, അപ്പോൾ എന്തായാലും ജയിക്കും. കാരണം നല്ല പാസിംഗ് റേറ്റ്, തായ്ലൻഡിലായിരുന്നു എൻ്റെ ഫസ്റ്റ് എക്സാം. അപ്പം നല്ല പാസിംഗ് റേറ്റ് ഉണ്ട്, അപ്പോൾ എന്തായാലും ജയിക്കും എന്നൊരു മെൻറ്റാലിറ്റി ആയിരുന്നു എനിക്ക്. പക്ഷേ എൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഒറ്റ മൊഡ്യൂളേ കിട്ടുള്ളൂ. 4 മൊഡ്യൂളാകെ 1 മൊഡ്യൂളേ കിട്ടുകയുള്ളൂ. അപ്പോൾ എനിക്ക് പിന്നെയും ഞാൻ തകർന്നു, എനിക്ക് ഒട്ടും പറ്റാണ്ടായി. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ചേച്ചിയൊക്കെ ഒരുപാട് എന്നെ ആശ്വസിപ്പിച്ചു. വീട്ടുകാരും പറഞ്ഞു, കുഴപ്പമില്ല, ഒരു എക്സാം ആയി, നമുക്ക് അടുത്ത് എഴുതാമല്ലോ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അടുത്ത എക്സാംസ് കുറേ എഴുതി നോക്കി. പക്ഷേ എനിക്കെല്ലാം 1-2 മാർക്കിലൊക്കെ പോയി, എനിക്കൊട്ടും കിട്ടുന്നില്ല. അപ്പം എനിക്ക് ഭയങ്കര ഒരു പ്രോബ്ലം ഉണ്ട്, എൻ്റെ കുഴപ്പമായിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു, ഈ +2 ഒക്കെ കഴിഞ്ഞിട്ട് 1-2 വർഷമായില്ലേ, 1 വർഷമായി. അപ്പം ഇനിയിപ്പം നാട്ടുകാരാണെങ്കിലും വീട്ടുകാരെല്ലാവരും പറയത്തില്ല, എന്തോ ഒരു പരിപാടിയില്ല, ചുമ്മാ ഇരിക്കുകയാണെന്നൊക്കെ ചോദിക്കും. ഭയങ്കര പേടിയായിരുന്നു. ആ സമയത്ത് പപ്പേനോട് പറഞ്ഞു, നീ ഒന്നെങ്കിൽ തിരിച്ച് എറണാകുളത്ത് പോയിട്ട് പഠിച്ചോ, കുഴപ്പമില്ല, അല്ലെങ്കിൽ നീ ഇവിടെ എവിടെയെങ്കിലും പഠിപ്പിക്കാൻ കാരണം എന്ന് പറഞ്ഞു. അപ്പം പപ്പേനോട് ഇങ്ങനെ പഠിപ്പിക്കാൻ കാരണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിൽ ഞാൻ ചിരിക്കുമായിരുന്നു. കാരണം ഒരു മൊഡ്യൂളൊന്നും വെച്ച് എവിടെയും പഠിപ്പിക്കാൻ കിട്ടത്തില്ല, എല്ലാവർക്കും ഒരു മൊഡ്യൂളൊന്നും വെച്ച് എവിടെയും പഠിപ്പിക്കാൻ കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ ഓക്കെ പപ്പ പറഞ്ഞല്ലേ ചുമ്മാ ഇരിക്കുമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഗൂഗിൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരൊക്കെ നമ്പർ ഇട്ട് വിളിക്കാൻ തുടങ്ങി. രാവിലെ തൊട്ട് എല്ലാവരും വിളിക്കാൻ തുടങ്ങി, വേക്കൻസി ഉണ്ടോയെന്ന് ചോദിച്ച്. അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ വിളിച്ചു, കണ്ണൂരാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട് വിളിച്ചപ്പം അവർ പറഞ്ഞു, ഓക്കെ ഇങ്ങനെ വേക്കൻസി ഉണ്ട്, ഇന്ന് ഉച്ചയ്ക്ക് ഇൻ്റർവ്യൂ ഓക്കെ ആണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഓക്കെ ഇൻ്റർവ്യൂ ഓക്കെയാണ്. എനിക്ക് ഭയങ്കര ടെൻഷൻ, എനിക്ക് ഇവിടെ വന്ന് ഞാൻ പറയുന്നത് തന്നെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, അമ്മമാത അനുഗ്രഹിക്കുന്നത് മാത്രമാണ്. കാരണം എനിക്ക് ഭയങ്കര സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളാണ്. അപ്പം ഓക്കെ എനിക്ക് ഇൻ്റർവ്യൂവിൽ എനിക്ക് ഉറപ്പാണ് ക്യാമറ ഓണാക്കാൻ പറഞ്ഞാൽ ഞാൻ എന്തായാലും പറയത്തില്ല, എനിക്ക് അത്ര ടെൻഷനുള്ള ഒരാളാണ്. ഞാൻ അമ്മമാതിൻ്റെ കാശ്യപം പിടിച്ച് വിശ്വാസപ്രമാണം ചെല്ലിക്കൊണ്ടായിരുന്നു ഞാൻ ഇരുന്ന് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തത്. അപ്പം ഇൻ്റർവ്യൂവിൽ മാം എന്നോട് ക്യാമറ ഓണാക്കാൻ പറഞ്ഞില്ല, അതെനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു. അങ്ങനെ ഞാൻ ക്യാമറ ഓണാക്കിയില്ല, ഞാൻ ഇൻ്റർവ്യൂ ചെയ്തു. ഇൻ്റർവ്യൂ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നോട് ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. എന്നോട് ഇപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ ആണെങ്കിൽ ഇൻട്രൊഡക്ഷൻ തീർന്നു, അത് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിന് ആൻസർ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് നിർത്തി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചു. അങ്ങനെ 2-3 ക്വസ്റ്റ്യൻസ് അടുപ്പിച്ചടുപ്പിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും. എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ, എനിക്കത് ഫുള്ളായി ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പം ഞാൻ ഉറപ്പിച്ചു എനിക്കതിലും കിട്ടത്തില്ല, ഇങ്ങനെ അവർ സമ്മതിക്കുന്നില്ലല്ലോ, അപ്പം അവർക്ക് വേണ്ടാന്ന് തോന്നിക്കാണും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കാത്തതെന്ന് ഞാൻ വിചാരിച്ചു.
പക്ഷേ ഇൻ്റർവ്യൂ കഴിഞ്ഞ മാം എന്നോട് പറഞ്ഞു കുഴപ്പമില്ല, സെലക്റ്റഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് വൈകുന്നേരം തന്നെ എൻ്റെ ഫസ്റ്റ് ബാച്ച് എനിക്ക് പഠിപ്പിക്കാൻ കിട്ടി. എനിക്കറിയത്തില്ല ഇപ്പോഴും ഒരു മൊഡ്യൂൾ വെച്ചിട്ട് പഠിപ്പിക്കാൻ കിട്ടുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അമ്മമാതാവിൻ്റെ അനുഗ്രഹം കാരണം എനിക്ക് പഠിപ്പിക്കാൻ കിട്ടി. അങ്ങനെ ഞാൻ പഠിപ്പിക്കൽ സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് എനിക്ക് അത്യാവശ്യം നല്ല സാലറി ഉള്ളതുകൊണ്ട് എനിക്ക് വീട്ടിലുള്ള നാട്ടിൽ എനിക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് എന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് തന്നെ ഭയങ്കര ഒരു അഭിമാനമായിരുന്നു. എൻ്റെ വീട്ടുകാർക്കാണെങ്കിലും നാട്ടുകാർക്കാണെങ്കിലും എല്ലാവരും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്കൊരു കുഴപ്പമില്ലാണ്ട് വീട്ടിൽ പഠിപ്പിച്ച ഒരു കുഴപ്പമില്ലാണ്ട് തന്നെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മ ഒരു ദിവസം എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് ഒരു എറണാകുളത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, റോസി എന്ന് പറഞ്ഞാൽ, അവരുടെ ആഡ് അയച്ചിരുന്നത്. അപ്പം എനിക്ക് ഈ നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് താല്പര്യം, അത് വീട്ടുകാർ പറഞ്ഞുകൊണ്ട് മാത്രം എടുത്തൊരു പ്രൊഫഷനാണ് നേഴ്സിംഗ്. അപ്പോൾ ഞാൻ മാധവനോട്, ഇവരോടൊന്നും പറഞ്ഞില്ല, ഞാൻ മാധവനോട് പറയുന്നത്, മാധവൻ എനിക്കിങ്ങനെ നേഴ്സിങ്ങിനോട് വലിയ താല്പര്യമില്ല, പക്ഷേ വേറെ ഓപ്ഷൻ ഇല്ല, നമുക്കത് നോക്കാം, അല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മ എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് ആഡ് അയച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഫുഡ് ടെക്നോളജി 2-3 കോഴ്സുണ്ട്. അപ്പോൾ ഫുഡ് ടെക്നോളജി എന്ന കോഴ്സ് മാത്രം എനിക്ക് ഇച്ചിരി ക്ലിക്കായി. അപ്പോൾ ഞാൻ നോക്കിയപ്പം അതിനെക്കുറിച്ച് ജസ്റ്റ് അന്വേഷിച്ചു, നല്ല കോഴ്സാണെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് ഓക്കെ അതിന് ഫുൾ മൊഡ്യൂൾ വേണ്ടായിരുന്നു, എനിക്ക് ആ സമയത്ത് 2 മൊഡ്യൂൾ ഉണ്ടായിരുന്നുള്ളൂ, പാർഷ്യൽ മൊഡ്യൂൾസ് മതിയായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ അതെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെടുത്ത് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ പ്രിപ്പറേഷൻ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരു 4 മന്ത്സ് കഴിഞ്ഞിട്ട് എൻ്റെ ഫസ്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഇൻ്റർവ്യൂ നടന്നു. അപ്പം റിക്രൂട്ട്മെൻറ്റ് ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ എനിക്കറിയത്തില്ല, എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു മലയാളി മാം ആയിരിക്കുന്ന, എനിക്ക് എങ്ങനെ അങ്ങനെ ഒരു ചിന്ത വന്നതെന്ന് എനിക്കറിയത്തില്ല. ഒരു മലയാളി മാം ആയിരിക്കും എന്തായാലും ഇൻ്റർവ്യൂ ചെയ്യുന്നത്. ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക്. ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഞാൻ സൂം മീറ്റിംഗ് ജോയിൻ ആയത്. പക്ഷേ എൻ്റെ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തത് 5 o'clock-നായിരുന്നു. അപ്പോൾ അതുവരെ ഫുഡ് കഴിച്ചില്ല, ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു. അപ്പം ഞാൻ അത്ര നാൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ എനിക്ക് ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു ജർമ്മൻ മാം വന്നു. മാം എന്നോട്, മാം ഇത്തിരി ദേഷ്യത്തിരുന്നു, എനിക്കതിൽ ഇത്ര നേരം ഇൻ്റർവ്യൂ ഒക്കെ സ്ട്രെസ്ഡ് ആയതുകൊണ്ടായിരിക്കും തോന്നുന്നു. മാം എന്നോട് പറഞ്ഞു ഇതൊരു ഇൻ്റർവ്യൂ ഒന്നുമല്ല, ജസ്റ്റ് ഒരു അസസ്മെൻറ്റ് ക്ലാസ് മാത്രമാണ്, അറിയാമെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ഇച്ചിരി ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ, എനിക്കറിയത്തില്ല എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണം, എനിക്ക് ഭയങ്കര ഫിയറുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ മാം എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഓക്കെ, എന്നിട്ട് എൻ്റെ ഇൻട്രൊഡക്ഷൻ ചോദിക്കാൻ പറഞ്ഞു. ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. അങ്ങനെ ഒരു കുഴപ്പമില്ലാണ്ട് അത് പോയി. അങ്ങനെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയപ്പം മാം എന്നോട് ചോദിച്ചു നീ ഏതാ ലെവൽ എന്ന് ചോദിച്ചു. എനിക്ക് ആ സമയത്ത് അറിയത്തില്ല, എനിക്ക് ആ ലെവൽ ഏതാണെന്ന് എനിക്ക് പറയാനൊട്ടും പറ്റുന്നില്ല, എനിക്ക് ക്വസ്റ്റ്യൻ ഒട്ടും ക്ലിയർ ആകുന്നില്ല. അപ്പോൾ ഞാൻ മാമിനോട് ചോദിച്ചു, മാം ഒന്നും കൂടെ ക്വസ്റ്റ്യൻ പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ മാമിനോട് ഒന്നും കൂടെ പറഞ്ഞപ്പോൾ എനിക്ക് അത് ലാംഗ്വേജ് എന്ന് പറഞ്ഞെന്ന് മനസ്സിലായി. ലാംഗ്വേജ്, ആ സെൻറ്റൻസിൽ ലാംഗ്വേജ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ലാംഗ്വേജ് ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ B2 ലെവലാണ്, ഞാൻ ഇന്ന സ്ഥലത്താണ് ഗ്രാജുവേറ്റ് ഇങ്ങനെ പഠിച്ചിറങ്ങിയത്, അപ്പം ഇത്ര മൊഡ്യൂൾസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ലെവൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, B2 ലെവലാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ മാം വീണ്ടും ഒന്നും കൂടെ പറയുക, ഞാൻ ഇംഗ്ലീഷ് പറയുക, ഞാൻ ചോദിച്ചത് നിൻ്റെ ലെവൽ ഏതാണെന്ന് ചോദിച്ചു പറഞ്ഞു. ഞാൻ ഓൾറെഡി ലെവൽ ഏതാണെന്ന്, ഞാൻ B2 ലെവലാണെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് മാമിനെ എന്താ മനസ്സിലാവാത്ത എനിക്കറിയത്തില്ല. അപ്പം അങ്ങനെ എന്നോട് മാം വേണ്ടി നല്ല ഹാർഷായിട്ട് തന്നെ പറഞ്ഞു, ഒരു ലെവൽ ഏതാണെന്ന് ഒരു ചോദിച്ചാൽ അറിയാത്ത നിന്നെ ഞാൻ എങ്ങനെയാണ് B2 ലെവലാക്കുന്നത്, ഓക്കെ ബൈ എന്ന് പറഞ്ഞു. മാം അപ്പം തന്നെ പോയി. അപ്പം എനിക്ക് ഉറപ്പായി നോർമലായിട്ട് നമ്മൾ ആരാണെങ്കിലും ചിന്തിക്കുന്നത് എന്തായാലും അവിടെ തോറ്റു, അവിടെ വേറെ ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പുറത്തിറങ്ങി അമ്മയോട് പപ്പയോട് പറഞ്ഞു ഇങ്ങനെ നടന്നേ, തോറ്റു, എന്തായാലും ഇത് കിട്ടത്തില്ല. ഇത്രയും എൻ്റെ ഒരു 4-5 മന്ത്സായിട്ട് ഞാൻ ഇതിൻ്റെ തന്നെ പ്രിപ്പറേഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് അവസാനത്തെ ഒരു സംഭവമാണിത്. അപ്പം എന്തായാലും കിട്ടത്തില്ല, ഉറപ്പിച്ചു എന്ന് വേറെ രീതിയിലായി. അപ്പോൾ അമ്മ പറഞ്ഞു തോറ്റെന്ന് എന്നോട് പറഞ്ഞോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, തോറ്റെന്ന് പറഞ്ഞില്ല, പക്ഷേ ഉറപ്പാണ് എന്നോട് പറഞ്ഞു B2 ലെവൽ ഇല്ലയെന്ന് പറഞ്ഞു. ഇനി അവിടെ ഒരു ഓപ്ഷൻ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു മാധവ് നോക്കിയോളൂ, നീ ഒന്നും കൊണ്ട് പേടിക്കേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാധവനോട് പ്രാർത്ഥിച്ചു തുടങ്ങി. അപ്പോഴായിരുന്നു ഇവിടെ റാലി, കൃപാസന റാലി ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ റാലി വന്ന് കൂടിയായിരുന്നു. റാലി കൂടിയിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് എനിക്കൊരു മീറ്റിംഗ് വെച്ചു. അതിനകത്ത് പറഞ്ഞു ഞാൻ ഇൻ്റർവ്യൂ ജയിച്ചെന്ന്. എനിക്കറിയത്തില്ല അത് എങ്ങനെ ഇൻ്റർവ്യൂ ഞാൻ ജയിച്ചെന്ന്. കാരണം എന്നോട് മാം ഡയറക്റ്റായിട്ട് പറഞ്ഞു നീ B2 ലെവലല്ല, പിന്നെ എങ്ങനെ നിനക്ക് കിട്ടുന്നത് എന്നോട് ചോദിച്ചു. അപ്പം എനിക്ക് ഉറപ്പായിരുന്നു കിട്ടത്തില്ല. പക്ഷേ ഞാൻ തിരിച്ച് റാലി പോയിട്ട്, ഇവിടുത്തെ അമ്മമാതാവിൻ്റെ റാലി പോയിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് എന്നോട് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു, നീ സെലക്റ്റഡ് ആയിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്കത് എങ്ങനെ പറയേണ്ടതെന്ന് പോലും അറിയത്തില്ല. കാരണം ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ഞാൻ അവിടെ തോറ്റെന്ന്, എനിക്കവിടെ ജയിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷേ അവിടെ എന്നെ അമ്മമാതാവ് ഉയർത്തി എന്നെ അവിടെ ജയിപ്പിച്ചു. അപ്പം എൻ്റെ മനസ്സിൽ ഓക്കെ ഇത്രയേ ഉള്ളൂ, ഇനിയിപ്പം ഒരു ഇൻ്റർവ്യൂ കൂടെ, ഒരു മെയിൻ ഇൻ്റർവ്യൂ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഞങ്ങളോട് സാറ് പറഞ്ഞു അത് ഈസി ആയിരിക്കും, പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നടന്ന ഇൻ്റർവ്യൂ, റിക്രൂട്ട്മെൻറ്റ് ഇൻ്റർവ്യൂ ആണ് ഇച്ചിരി കൂടെ ടഫ്, മെയിൻ ഇൻ്റർവ്യൂ ഈസി ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ മെയിൻ ഇൻ്റർവ്യൂ ഓൺലൈൻ ആയിരുന്നു. ഫസ്റ്റ് ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തു. എന്നോട് ചോദിച്ച ചോദ്യത്തിന് ആദ്യത്തെ 1-2 ഉത്തരം പറഞ്ഞു. പക്ഷേ മൂന്നാമത് ചോദിച്ച ക്വസ്റ്റ്യൻ ഞാൻ പ്രോപ്പറായിട്ട് കേട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞ ആൻസർ വേറൊരു ക്വസ്റ്റ്യൻ ആൻസറാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്നോട് പറഞ്ഞു ഓക്കെ ബൈ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകഴിഞ്ഞിട്ട് ഞാൻ മാമിനെ വിളിച്ച് പറഞ്ഞു, എടാ നീ തോറ്റു, കാരണം നീ ആൻസർ ക്ലിയർ ആയിട്ടല്ല പറഞ്ഞതെന്ന് സാറ് പറഞ്ഞെന്ന് പറഞ്ഞു. അതുവരെ സത്യം പറഞ്ഞാൽ അതുവരെ ഞാൻ ഉടമ്പടി എടുത്തതെന്ന് വെച്ചാൽ എൻ്റെ ആവശ്യത്തിന് വേണ്ടിയായിരുന്നു. അന്ന് ഞാൻ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഇനി എനിക്ക് എന്താണെങ്കിലും കുഴപ്പമില്ല, നീ ഞാൻ ഇത്ര ഉയർത്തി, എനിക്കൊരു കുഴപ്പമില്ല, നീ എപ്പോഴാണ് എനിക്ക് തരേണ്ടതെന്ന് നീ നിശ്ചയിച്ചാൽ മതി, നീ തരുമ്പോഴേ ഞാൻ ഇനി സ്വീകരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ഒരു 2 മിനിറ്റ് പോലും ആയില്ല, എന്നെ അപ്പോഴേ മാം തിരിച്ച് വിളിച്ച് പറഞ്ഞു, എടാ നിനക്ക് ഒരു ഇൻ്റർവ്യൂ കൂടെ അവർ പറഞ്ഞിട്ടുണ്ട്, ഒരു ഇൻ്റർവ്യൂ കൂടെ ഷെഡ്യൂൾ ചെയ്ത് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എൻ്റെ മനസ്സിൽ വിചാരിച്ച് എന്തായാലും ഇൻ്റർവ്യൂ ജയിക്കുന്നു, കാരണം ഈ ഇൻ്റർവ്യൂ തോറ്റ് ഞാൻ ഇങ്ങനെ പറഞ്ഞ സമയത്ത് തന്നെ മാതാവ് എനിക്ക് വേറൊരു ഇൻ്റർവ്യൂ വന്നെങ്കിൽ എന്തായാലും ജയിക്കാൻ വേണ്ടി ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ ജയിക്കുമെന്ന് തന്നെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. അങ്ങനെ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തു. അതിൽ ഞാൻ എല്ലാം പ്രോപ്പറായിട്ട് ആൻസർ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഉറപ്പായി എന്തായാലും ജയിക്കും, കാരണം പ്രോപ്പറായിട്ട് ആൻസർ പറയുന്നതുകൊണ്ട് ഇനിയിപ്പം പ്രോബ്ലം ഇല്ലല്ലോ.
പക്ഷേ അതും എൻ്റെ മാം വിളിച്ച് പറഞ്ഞു നീ തോറ്റെന്ന് പറഞ്ഞു. അത് ചോദിച്ചപ്പോൾ നെറ്റ്വർക്ക് ഇഷ്യൂ എന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ല നെറ്റ്വർക്ക് ഇഷ്യൂ എങ്ങനെയാണ് വന്നതെന്ന്, കാരണം പ്രോപ്പറായിട്ടുള്ള നെറ്റ്വർക്ക് കൊണ്ട് എനിക്ക് എന്തായാലും അങ്ങനെ നെറ്റ്വർക്ക് ഇഷ്യൂ എന്ന് പറഞ്ഞു. അപ്പം അവിടെയും പോയി. പക്ഷെ എന്നാലും ഞാൻ മാധവൻ അപ്പോഴും കൈവിട്ടില്ല. എനിക്ക് കുഴപ്പമില്ല, നീ എത്ര നാളിനെ പരീക്ഷിച്ചാലും കുഴപ്പമില്ല, ഞാൻ നിൽക്കും, ഞാൻ എന്തായാലും ഈ കൃപാസൻ ലൈഫ് ലോങ് ആയിട്ട് എടുക്കുന്നത്, ഞാൻ ഇനി ഒരിക്കലും വിട്ടു പോകത്തില്ല എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ വൈകുന്നേരം മാമിനെ വിളിച്ചു, എടാ ഒരു ഇൻ്റർവ്യൂ കൂടെ ഉണ്ട്. പക്ഷേ ഇത്ര നാൾ നടന്ന ഇൻ്റർവ്യൂ 2 ഇൻ്റർവ്യൂ എന്ന് വെച്ചാൽ അത് ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു. പക്ഷേ ഇനി വരുന്ന ഒരു ഇൻ്റർവ്യൂ എന്ന് വെച്ചാൽ വേറെ എംപ്ലോയറാണ്, അത് ഓഫ്ലൈൻ ഇൻ്റർവ്യൂ ആണ്, അവരിവിടെ വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാഡത്തിന് പറഞ്ഞു, മാം എനിക്ക് പറ്റത്തില്ല, എനിക്ക് നല്ല സ്റ്റേജ് ഫിയർ, നല്ല ടെൻഷനുള്ള ഒരാളാണ്, എനിക്ക് എന്തായാലും പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞു ഇങ്ങനെ ഓഫ്ലൈൻ ഇൻ്റർവ്യൂ അവിടെ പോകണം, എറണാകുളത്ത് പോകണമെന്നാണ് പറഞ്ഞ്, എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പപ്പ അമ്മ പറഞ്ഞു നീ എന്തായാലും വേണ്ടെന്ന് വെച്ചു, നമുക്കത് വേണ്ട, പക്ഷേ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ കുഴപ്പമില്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും വേണ്ട, അവിടെ എൻ്റെ കസിൻസ് ഉണ്ട്, അപ്പം ജസ്റ്റ് അവിടെ വരുന്ന പോയിട്ട് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. എന്നാലും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ മാധവനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ബസ്സിൽ ഇരുന്ന് ഞാൻ ഫുൾ ടൈം വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. ഞാൻ മാധവൻ്റെ ഉപ്പും കൃപാസന ഉപ്പും ഞാൻ കയ്യിലെടുത്തായിരുന്നു. ഞാൻ കൃപാസന ഉപ്പ് അവിടെ വിതറിയിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി ആത്മാർത്ഥമായിട്ട് ഞാൻ മാധവന് പറഞ്ഞു, എനിക്ക് എന്തായാലും പറയാൻ പറ്റത്തില്ല, എനിക്ക് ഉറപ്പാണ്, ഞാൻ എന്തായാലും സംസാരിക്കത്തില്ല, നിനക്ക് എന്നെ ജയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ, ഇത് ലാസ്റ്റ് ഇൻ്റർവ്യൂ, ഇനി ഓപ്ഷൻസ് ഇല്ല, അപ്പം ഇത് നിനക്ക് എന്നെ ജയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നീ ജയിപ്പിച്ചോ, അല്ലെങ്കിൽ എനിക്ക് വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ കയറി. ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചു. അവർ നല്ല ഹാപ്പി ആയിട്ട് ജോളിയായിട്ടായിരുന്നു അവരിരിക്കുന്നത്, അവർ ചിരിച്ചൊക്കെ ആയിരുന്നു സംസാരിച്ചത്. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു, അത് ഈസി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് 2-3 ക്വസ്റ്റ്യൻ ചോദിച്ചു, കുഴപ്പമില്ലാണ്ട് തന്നെ പോയി. അത് കഴിഞ്ഞിട്ട് എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് വെച്ച് സ്റ്റക്കായി. എനിക്കറിയത്തില്ല, ഞാൻ ഓൾറെഡി നേരത്തെ പ്രിപ്പയർ ചെയ്യണമെന്നാണ്, പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ആൻസർ സത്യം ഫുള്ളായിട്ട് മറന്നുപോയി. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ അങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുമ്പോൾ ഞാൻ ഇരുന്ന് മാധവനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, മാധവനെ കൈവിട്ട് പോയെന്ന് ഞാൻ പറഞ്ഞ് ആ സെക്കൻഡിൽ എൻ്റെ എംപ്ലോയർ തന്നെ ആ ആൻസേഴ്സ് എനിക്ക് പറഞ്ഞു തരുമോ. എനിക്കറിയത്തില്ല എന്താണെന്ന്, ഇതുവരെ ഒരു ഇൻ്റർവ്യൂവിൽ അങ്ങനെ നടക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ തന്നെ മാമും സാറ് തന്നെ ഞങ്ങൾക്ക് ആ എംപ്ലോയർ തന്നെ ഞങ്ങൾക്ക് ആൻസേഴ്സ് ഞാൻ നിർത്തുന്നിടത്ത് വെച്ചിട്ട് അവർ തന്നെ കണ്ടിന്യൂ ചെയ്യുക, എന്തോ അവർക്ക് എന്നെ വേണമെന്ന രീതിയിൽ അവർ തന്നെ ആൻസേഴ്സ് കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പം എനിക്ക് ഉറപ്പായിരുന്നു കിട്ടുമെന്ന്. കാരണം എൻ്റെ കഴിവും കൊണ്ടല്ല, പൂർണ്ണമായിട്ട് എൻ്റെ കഴിവും കൊണ്ടല്ല, അവിടെ ഞാനല്ല ഉത്തരം പറഞ്ഞത്, എനിക്ക് വേണ്ടി മാതാവ് തന്നെ എംപ്ലോയറിലൂടെ ഉത്തരം പറയിപ്പിച്ചാൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അങ്ങനെ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞു, എനിക്ക് കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇൻ്റർവ്യൂ റിസൾട്ട് വന്നു, എനിക്കത് കിട്ടി. അപ്പം എൻ്റെ ഒരു മെൻറ്റാലിറ്റി ഞാൻ വിചാരിച്ചു ഇൻ്റർവ്യൂ ആയിരിക്കും ഏറ്റവും മെയിൻ, ഇനിയിപ്പം പ്രോബ്ലം ഒന്നുമില്ല, എല്ലാം സ്മൂത്തായിട്ട് വരുമെന്ന് വിചാരിച്ചു. അതേപോലെ തന്നെ എൻ്റെ കോൺട്രാക്റ്റും ഓഫർ ലെറ്ററും എല്ലാം സ്മൂത്തായിട്ട് വന്നു, പ്രത്യേകിച്ച് ലാഗൊന്നും എടുത്തില്ല, എല്ലാം സ്പീഡിൽ തന്നെ വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വിസയ്ക്ക് വെക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു 2 ആഴ്ച ബാംഗ്ലൂർ വെച്ചാൽ, അപ്പോൾ 2 ആഴ്ചക്കുള്ളിൽ എന്തായാലും വരും, പ്രോബ്ലം അല്ല എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ 2 ആഴ്ച എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും വിസ വന്നു. പക്ഷേ എനിക്ക് മാത്രം വന്ന എൻ്റെ ബയോമെട്രിക്കിൻ്റെ റീസബ്മിഷനാണ്, ബയോമെട്രിക് ഫിംഗർ പ്രിൻറ്റിൻ്റെ ഇതൊക്കെ റീസബ്മിഷനാണ് എനിക്ക് വന്നത്. എനിക്കറിയത്തില്ല അതെന്താ അങ്ങനെ വന്നു. ഞാൻ സാറിന് പറഞ്ഞു, സാർ ഇങ്ങനെ റീസബ്മിഷൻ വന്നു, എന്താ ചെയ്യേണ്ടത് അറിയത്തില്ല. അപ്പോൾ സാർ പറഞ്ഞു ഇതുവരെ സാർ ഇതുവരെ വിട്ടതിൽ ഒരു സ്റ്റുഡൻസിനും ഇങ്ങനത്തെ ഒരു സംഭവം വന്നിട്ടില്ല, സാറിന് എന്താണെന്ന് പോലും അറിയത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ അന്ന് തന്നെ കൊച്ചിക്ക് പോയി, കൊച്ചിയിൽ പോയിട്ട് എൻ്റെ ബയോമെട്രിക് റീസബ്മിഷൻ കൊടുത്തു. അപ്പം അന്ന് എൻ്റെ 2 കൂട്ടുകാർ വിളിച്ച് പറഞ്ഞു, എടാ അവർക്ക് ഇങ്ങനെ ബയോമെട്രിക്കിൻ്റെ റീസബ്മിഷൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇച്ചിരി കൂടെ ആശ്വാസം, എന്ന് വെച്ചാൽ എനിക്ക് മാത്രമല്ല എൻ്റെ കൂട്ടുകാർക്കും വന്നിട്ടുണ്ടല്ലോ, ആർക്കെങ്കിലും ഉണ്ടല്ലോ, തന്നെ അല്ലല്ലോ എന്നൊരു ആശ്വാസം വന്നു. പക്ഷേ അവർക്കും 2 ആഴ്ച കഴിഞ്ഞിട്ട് അവരുടെ വിസ വന്നു. പക്ഷേ എനിക്ക് ആ സമയത്ത് വന്നത് എൻ്റെ ഡോക്യുമെൻറ്റിൻ്റെ റീസബ്മിഷനാണ്. എനിക്കറിയത്തില്ല എനിക്ക് അങ്ങനെ എന്താ വരുന്നതെന്ന്. അപ്പം ഞാൻ മാധവനോട് പറഞ്ഞു, മാധവേ കുഴപ്പമില്ല, ഞാൻ ഇപ്പം എൻ്റെ മൈൻഡ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചേ, ചിലപ്പോൾ മാധവനെ വിശ്വസിക്കുന്നതുകൊണ്ട് എന്നെ പരീക്ഷിക്കുന്നതായിരിക്കും എന്ന് ഞാൻ വിശ്വസിച്ചേ. അപ്പം എന്നെ പരീക്ഷിക്കുന്നതായിരിക്കും എന്ന് ഞാൻ വിശ്വസിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, നീ എന്നെ എത്ര വേണം പരീക്ഷിച്ചോ, നീ എത്ര പരീക്ഷിച്ചാലും ഞാൻ നിന്നെ വിട്ടു പോകത്തില്ല, ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ടോട്ടൽ 3 ഡോക്യുമെൻ്റ് റീസബ്മിഷനാണ് വന്നത്. എനിക്കൊരു 2 മാസത്തിനുള്ളിൽ 3 ഡോക്യുമെൻ്റ് റീസബ്മിഷൻ വന്നു. എനിക്കറിയത്തില്ല എന്താ ചെയ്യേണ്ടതെന്ന്. എൻ്റെ ഒരു കൂട്ടുകാരനും ഇതേപോലെ തന്നെ ഡോക്യുമെൻ്റ് റീസബ്മിഷൻ വന്നായിരുന്നു. അപ്പോൾ അവൻ എനിക്കൊരു ദിവസം മെസ്സേജ്, എനിക്ക് അടുത്ത മാസം ജർമ്മനിക്ക് പോകേണ്ടത്, സെപ്റ്റംബർ 1 ജർമ്മനിക്ക് പോകേണ്ടത്. എൻ്റെ കൂട്ടുകാരന് ഈ മന്ത് തന്നെ ജർമ്മനിക്ക് പോകണം. അപ്പോൾ അവൻ ഇതുവരെ വന്നിട്ടില്ല, അവന് 1 വീക്കും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, മാധവേ എനിക്ക് വന്നില്ലെങ്കിലും കുഴപ്പമില്ല ഇപ്പോഴേ, കാരണം അവനാണ് എന്നെക്കാളും ആവശ്യം, അപ്പം അവന് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവൻ എനിക്കൊരു ദിവസം രാവിലെ മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ മാധവനെ പ്രാർത്ഥിച്ചു, മാധവേ അവന് വിസ ഡിസ്പാച്ച് ആയെന്ന് പറഞ്ഞു അവൻ എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ നാളെ എന്തായാലും കൃപാസനം പത്രം കൊടുക്കാൻ പോയിക്കോളാം എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അവൻ എനിക്ക് വിസ ഡിസ്പാച്ച് ആയെന്ന് പറഞ്ഞ് അവൻ മെസ്സേജ് അയച്ചു. അപ്പം ഞാൻ നാളെ എന്തായാലും കൃപാസന പത്രം പോകാമെന്ന് പറഞ്ഞു. ഞാൻ പോയി, അപ്പോൾ തന്നെ പത്രം മേടിച്ചു. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്, ഇങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് അപ്പം തന്നെ കൃപാസനത്തിൻ്റെ പത്രം മേടിച്ചു. അങ്ങനെ ഞാൻ അന്ന് രാവിലെ കൊടുക്കേണ്ട ദിവസം രാവിലെ ആയപ്പം എനിക്ക് ഭയങ്കര കാലിന് വേന, എനിക്ക് എന്താ നടത്തില്ല, ഭയങ്കര കാലിന് വേന. അപ്പോൾ ഭയങ്കര മടിയും ഭയങ്കര കാലിന് വേന. അപ്പോൾ ഞാൻ അത് പറഞ്ഞു, എനിക്ക് നല്ല കാലിന് വേന, പക്ഷേ എന്നാലും ഞാൻ നിന്നോട് ഓൾറെഡി ഞാൻ പ്രോമിസ് ചെയ്തതാണ്, ഞാൻ എന്തായാലും ഇവന് വേണ്ടിയിട്ട് പത്രം കൊടുക്കാൻ വരുമെന്ന്. ഞാൻ എന്തായാലും ആ പ്രോമിസ് തെറ്റിക്കത്തില്ല, ഞാൻ എന്തായാലും പത്രം കൊടുക്കാൻ വരുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പത്രം കൊടുക്കാൻ പോയി. എൻ്റെ വീടിൻ്റെ അടുത്തേക്ക് തന്നെ പോയി. സാധാരണ ലോങ്ങ് പോകണം, പക്ഷേ ഇപ്രാവശ്യം കാലിന് വേനയായിട്ട് നടന്ന് വീടിൻ്റെ അടുത്തൂടെ പോയത്. അപ്പം ഞാൻ അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു ചേച്ചി, എനിക്കറിയാം എൻ്റെ പള്ളിയിലൊക്കെ വരുന്നത്. അപ്പം
ആ ചേച്ചിക്ക് ഇങ്ങനെ കൃപാസന പത്രം കൊടുത്തു. അപ്പം ചേച്ചി പറഞ്ഞു ചേച്ചിക്ക് അറിയാം ഞാൻ ഇങ്ങനെ പത്രം കൊടുക്കുകയാണല്ലോ എല്ലാവരും ഇങ്ങനെ പറഞ്ഞാൽ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ചേച്ചിയോട് ഇങ്ങനെ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞപ്പം ചേച്ചി പറഞ്ഞു എനിക്കറിയാം. അപ്പം ഞാൻ ചോദിച്ചു അതെന്തൊരു ഉടമ്പടി എടുക്കാത്തെന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു എടാ പൈസ ഇല്ല, സാമ്പത്തികമായിട്ട് അവർ ഇച്ചിരി ഡൗൺ ആയിരുന്നു, അതുകൊണ്ട് പൈസ ഇല്ലാത്തതുകൊണ്ട് ഉടമ്പടി എടുക്കാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി ആത്മാർത്ഥത്തോടെ പറഞ്ഞ് എനിക്ക് തോന്നി. അപ്പം തന്നെ ഞാൻ പറഞ്ഞു ചേച്ചിയോട് ചേച്ചി എന്നാൽ ഞാൻ ചേച്ചിക്ക് പൈസ തരാം, പക്ഷേ മാതാവിന് വേണ്ടി ഞാൻ ചേച്ചിക്ക് പൈസ തരാം, ചേച്ചി അവിടെ പോയിട്ട് ഉടമ്പടി എടുത്താൽ മതി ഞാൻ പറഞ്ഞു. അപ്പം ആ ചേച്ചി പറഞ്ഞു ആ ശരി എന്നാൽ ഞാൻ ഉടമ്പടി എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചിക്കും തമാശക്കാന്ന് വിചാരിച്ചത്. അപ്പോൾ കാരണം ഞാൻ തിരിച്ചു കൊടുക്കാൻ പോയപ്പോൾ ചേച്ചി ഒട്ടും വിശ്വസിച്ചില്ല ഞാൻ തിരിച്ച് പൈസ കൊണ്ട് വരുമായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ പത്രം കൊടുക്കാൻ പോയി, ഫുള്ള് പത്രം കൊടുത്ത് തീർത്തിട്ട് ഞാൻ വീട്ടിൽ വന്ന് പൈസ എടുത്ത് ചേച്ചിക്ക് കൊണ്ട് കൊടുത്തു. അപ്പോൾ ചേച്ചി ഭയങ്കര സന്തോഷമായി. ചേച്ചി പറഞ്ഞു ഞാൻ എൻ്റെ ഭർത്താവിനെയും കൂട്ടിക്കൊണ്ട് ചേച്ചീൻ്റെ ഭർത്താവിനെയും കൂട്ടിക്കൊണ്ട് ചേച്ചി എന്തായാലും കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ എത്തിയപാടെ എനിക്ക് എൻ്റെ വിസ ഡിസ്പാച്ച് ആയെന്ന് പറഞ്ഞ് മെയിൽ വന്നു. 2 മാസമായിട്ട് ഞാൻ ഈ വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്, ഇതുവരെ എനിക്ക് വിസ വന്നില്ല. എന്നിട്ട് ഞാൻ ഇങ്ങനെ പൈസ കൊടുത്ത് തിരിച്ച് വീട്ടിൽ വന്ന അപ്പം തന്നെ എനിക്ക് വിസ ഡിസ്പാച്ച് ആയെന്ന് പറഞ്ഞ് എനിക്ക് മെയിൽ വന്നു. എനിക്ക് ഉറപ്പാണ് അവിടെ അമ്മാതാവ് തന്നെയാണ് എന്നെ അനുഗ്രഹിച്ചതെന്ന്. അങ്ങനെ വിസ വന്നപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു വിസ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതെന്തായാലും കിട്ടും. ലേറ്റ് ആവുമോ ലാഗ് ആവുമോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ വിസ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കത് എന്തായാലും വിസ അടിച്ചിട്ട് പാസ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും വിസ അടിച്ചായിരിക്കും കിട്ടുന്നതെന്ന് ഉറപ്പായിരുന്നു. അങ്ങനെ എനിക്ക് വിസ കിട്ടി. അങ്ങനെ ഞാൻ സെപ്റ്റംബർ 1 ഞാൻ പോവാണ്, ജർമ്മനിക്ക് ഞാൻ പോവാണ്. ഞാൻ പോകുന്നതാണല്ലോ എൻ്റെ കൂടെ കൂട്ടുകാരൊന്നുമില്ല, ഞാനും വേറൊരു രാജസ്ഥാൻകാരനും കൂടെ ഉള്ളൂ. അപ്പോൾ എൻ്റെ എംപ്ലോയറിന് ഞങ്ങൾ 2 മാത്രം സെലക്ട് ആയുള്ളൂ ഞങ്ങളുടെ കമ്പനിയിൽ. സോ എനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല, എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അമ്മമാതാവ് എൻ്റെ കൂടെ വരുമെന്നും അവിടെ എനിക്ക് പ്രേക്ഷിത പ്രവൃത്തിയും കാരണപ്രവൃത്തിയും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പൂർണ്ണ വിശ്വസിക്കുന്നു. പ്രേക്ഷിത പ്രവൃത്തിയായിട്ട് ഞാൻ പത്രം കൊടുക്കാറുണ്ട്. ഞാൻ പത്രം കൊടുക്കുമ്പോഴും ചുമ്മാ ഇങ്ങനെ കൃപാസനം പത്രമോ കൃപാസനം നേർച്ചയെന്ന് പറഞ്ഞ് കൊടുക്കുകയല്ല ചെയ്യുന്നത്. ഞാനിങ്ങനെ പറയും എന്താണ് കൃപാസനം, ഞാൻ കൃപാസനത്തിൻ്റെ ഉടമ്പടി എന്താണ്, അങ്ങനെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും അങ്ങനെ അവരെ ഞാൻ മാക്സിമം കൃപാസനത്തിലേക്ക് ഞാൻ വരുത്താൻ നോക്കും. ഞാൻ അങ്ങനെ അവരോട് ഡീറ്റെയിൽ ആയിട്ട് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ് നിൽക്കാറ്. പിന്നെ കാരണപ്രവൃത്തിയായിട്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് കരുനാലയുണ്ട്, ഞാൻ അവിടെ അമ്മച്ചമാരെ കുളിപ്പിക്കാൻ പോകാറുണ്ട്. പിന്നെ അവർക്ക് നഖം വെട്ടി കൊടുക്കാറുണ്ട്. പിന്നെ ഇൻസ്റ്റയിൽ റീലായിട്ട് കാണുന്ന കുറേ സഹായം അന്വേഷിച്ച് വരുന്നവർക്ക് ഞാൻ കഴിയുന്നവരും പൈസ അയച്ചു കൊടുക്കാറുണ്ട്. ദൈവനാമത്തിന് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ലിനി. ഞാൻ ആദ്യമായി തന്നെ എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ അൾത്താര വരെ ഉയർത്തിയ മാതാവിനെ ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. അതിൻ്റെ കൂടെ ഞാൻ മാതാവിനോട് ഈശോയോട് ക്ഷമ ചോദിക്കുന്നു. ഞാനിത് 12ാമത്തെ പ്രാവശ്യമാണ് പുതുക്കുന്നത്. ഇതുവരെ അവസരമുണ്ടായിട്ട് ഞാൻ അൾത്താരയിൽ കയറി സാക്ഷ്യം പറഞ്ഞില്ല. അതെൻ്റെ പേടി കൊണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മ മാതാവിനോട് ഈശോയോട് ഞാൻ ഒരുപാട് സോറി ചോദിക്കുന്നു. അമ്മ മാതാവ് ഈശോയും ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി അറിയുന്നു. ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം 41 അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ